ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് ഒരു യാത്ര പോവുകയാണ് കേട്ടോ. അത് എവിടേക്കാണെന്ന് ഞാൻ വഴിയെ പറയാം. പോകുന്നതിന് മുന്നേ രണ്ട് കുഞ്ഞുങ്ങളായിട്ട് പോകുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്കിതുപോലെ പാക്ക് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതായത് ഇരട്ടക്കുട്ടികളുമായിട്ട് പുറത്ത് പോകുന്ന സമയത്ത് അവർക്ക് വേണ്ടിയതായിട്ടുള്ള രണ്ടുപേരുടെ എല്ലാ കാര്യങ്ങളും പാക്ക് ചെയ്യണമല്ലോ. അങ്ങനെ പൂമ്പാറ്റയുടെയും കുഞ്ഞാറ്റയുടെയും കുഞ്ഞുടുപ്പുകളെല്ലാം എടുത്ത് വെച്ചു. അവർക്ക് വിറ്റാമിൻ D3 ഉടുപ്പുകളും മരുന്നൊക്കെ എടുത്ത് വെച്ചു. പിന്നെ അവരെ ഒരുക്കാനുള്ള സാധനങ്ങൾ, പിന്നെ അവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന പൊടി, അതെല്ലാം തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവരെ കുളിപ്പിച്ച് ഒരുക്കി സുന്ദരി കുട്ടികളാക്കി ജീൻസൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ജീൻസ് ഇടുന്നത്. ഇന്ന് സ്റ്റൈലായിട്ട് ആൺകുട്ടികളെ പോലെയാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവരുടെ വണ്ടിയിൽ കയറ്റി റൈഡൊക്കെ ചെയ്യിപ്പിച്ചു കേട്ടോ. രണ്ടുപേരും വണ്ടിയിൽ കയറി രസിച്ചിരിക്കുകയാണ്, പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അവർക്കറിയാം എവിടെയോ യാത്ര പോവുകയാണെന്ന്. അങ്ങനെ കുറച്ച് സമയം വണ്ടിയിലൊക്കെ കയറിയിരുന്ന് വണ്ടിയൊക്കെ ഓടിച്ച് കളിച്ചു. അവരെ കുറച്ച് സമയം വണ്ടി ഇട്ടുന്ന സമയത്ത് തന്നെ ഞാൻ കുറച്ച് സാധനങ്ങളൂടെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ആ കയ്യിരിക്കുന്ന എണ്ണക്കുപ്പി അവരെ കുളിപ്പിച്ചിട്ട് അത് ബാക്കി വന്ന അത് എണ്ണയില്ല കേട്ടോ. അങ്ങനെ കുപ്പി മാത്രമാണ് അത് കഴുകിയെടുത്ത് കുറച്ച് നേരം അവർക്ക് കളിക്കാൻ വേണ്ടി കൈ വെച്ച് കൊടുത്തതാണ്. അങ്ങനെ രണ്ടുപേരും കളിവണ്ടിയിലൊക്കെ കയറിയിരുന്ന് കളിച്ച് രസിച്ചിരിക്കുകയാണ്. പിന്നെ തലയൊക്കെ ചീപ്പി കൊടുക്കാനുണ്ടായിരുന്നു. ഇങ്ങനെ അടങ്ങിയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അടുത്ത് പോയിരുന്ന് തലയൊക്കെ ചീപ്പി സുന്ദരി കുട്ടികളാക്കി വെക്കും കേട്ടോ. എല്ലാം ചെയ്യാൻ ഞാൻ മാത്രമല്ലേ വീട്ടിലുള്ളൂ പെണ്ണുങ്ങളായിട്ട്. ഇവിടെ പോകണമെങ്കിൽ കൂടി ഇതുപോലെ രണ്ടുപേരും ഒരുക്കിക്കൊണ്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ എപ്പോഴും ഇങ്ങനെ പുറത്തുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് അധികമായി കാണാൻ പറ്റാത്തത് കേട്ടോ. എല്ലാവരും പറയും ഞങ്ങളെയൊക്കെ പുറത്തൊക്കെ കൊണ്ടുപോകുന്ന വീഡിയോസൊക്കെ ഇട്ടുകൂടെയെന്ന്. ഇതും ഒരു റീസണുണ്ട്. പിന്നെ എപ്പോഴും ഇങ്ങനെ പുറത്തൊന്നും കൊണ്ടുപോകാനും പറ്റില്ലല്ലോ, രണ്ടുപേരുള്ളത് കൊണ്ട് മറ്റാരെങ്കിലുമൊക്കെ കൂടെ വേണം. രണ്ടുപേരെയും കുളിപ്പിച്ചൊരുക്കി സുന്ദരി കുട്ടികളാക്കി ഡ്രസ്സൊക്കെ ഇട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വലിയ ജാടയിലായിരുന്നു. അപ്പോഴേക്കും ഒരാൾ വണ്ടിയൊക്കെ വരാൻ ലേറ്റ് ആകുന്നത് കൊണ്ട് തന്നെ ഒരാൾ കിടന്നങ്ങ് ഉറങ്ങി, പൂമ്പാറ്റ പെണ്ണ്. പിന്നെ കുഞ്ഞാറ്റയും കുറച്ച് നേരം ഉറങ്ങി. പിന്നെ രണ്ടുപേരും പോകുന്ന സമയത്ത് ഉറപ്പൊക്കെ എഴുന്നേറ്റ് ഞാനും അച്ഛനും മക്കളും കൂടിയിട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ എവിടേക്കാണ് പോയതെന്ന് ഈ ഒരു സ്ഥലം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് പത്തനംതിട്ട വള്ളിക്കോട് കോട്ടയാണ് ലൊക്കേഷൻ. ഇത് എൻ്റെ നാത്തൂൻ്റെ വീടാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാൻ ഓൾറെഡി നമ്മുടെ ഓണം സെലിബ്രേഷൻ്റെയൊക്കെ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം ചെടികളാൽ സമ്പന്നമാണ് ഇവിടെ. നിങ്ങൾ നോക്കിക്കോളും, ചുറ്റും പച്ചപ്പാണ്. ഒരു ലൊക്കേഷൻ തന്നെ പത്തനംതിട്ട ആയതുകൊണ്ട് തന്നെ നല്ല പച്ചപ്പ് നിറഞ്ഞ് എപ്പോഴും മഴ ലഭിക്കുന്ന ഒരു ഏരിയ തന്നെ ആയിരിക്കുമല്ലോ, അറിയായിരിക്കുമല്ലോ. എന്നാൽ കൂടി ഒരുപാട് ചെടികളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടോ, കയറി വരുമ്പോൾ തന്നെ ചുറ്റും ചെടികളാണ്. ഇഷ്ടംപോലെ ചെടികളുണ്ട്. അത് പല നിറത്തിലുള്ളതും. ജമന്തിയുണ്ട്, മുല്ലയുണ്ട്, തെറ്റിയുണ്ട്, ചെമ്പരത്തിയുണ്ട്, റോസാ ചെടിയുണ്ട്, പാരിജാതകമുണ്ട്, നാരങ്ങ, അങ്ങനെ കുരുമുളക് തൊട്ട് എല്ലാ കാർഷിക വിളകളും എല്ലാം നിറഞ്ഞതാണ് കേട്ടോ. കണ്ടോ, ഭയങ്കര പച്ചപ്പാണ്. പക്ഷെ അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കളർഫുള്ളായിട്ട് തോന്നാത്തത് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഈവനിങ് ആണ്. ഞാൻ മോർണിംഗ് അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഒരുപാട് ചെടികളുണ്ട്. അങ്ങനെ ഞാനും കുഞ്ഞാറ്റപ്പെണ്ണും പൂമ്പാറ്റപ്പെണ്ണും ഈവനിങ് വന്ന ഉടനെ തന്നെ ചുറ്റും നടന്ന് കുറച്ച് ചെടികളും അതിൻ്റേതായ കാഴ്ചകളൊക്കെ കണ്ടു കേട്ടോ. അടിപൊളി റോസാപ്പൂവുകളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം മക്കളും ഇതൊക്കെ കണ്ട് ആസ്വദിച്ചു കേട്ടോ. നമ്മുടെ വീട്ടിലെ റോസാ ചെടികളുടെ അടുത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി പൂ പറിക്കുന്ന മക്കളാണ്. കണ്ടില്ലേ, കുഞ്ഞാറ്റപ്പൻ എൻ്റെ കൂടെ നടന്ന കാഴ്ചകളൊക്കെ കാണുകയാണ്. കണ്ടോ, അങ്ങനെ ഈവനിങ് എല്ലാവരും ചായ കുടിയിലേക്ക് കിടന്നു കേട്ടോ. കുഞ്ഞാപ്പി ചേട്ടൻ ഉണ്ടായിരുന്നു, നന്ദച്ചേട്ടൻ ഉണ്ടായിരുന്നു, അച്ഛനുണ്ടായിരുന്നു, അമ്മുമ്മയുണ്ടായിരുന്നു. അമ്മുമ്മയ്ക്ക് കാഴ്ച കാണില്ല കേട്ടോ. ഇപ്പോൾ തീരെ സുഖമില്ല. അമ്മുമ്മയെ കൂടി കാണാൻ വേണ്ടിയിട്ട് കൂടിയാണ് വന്നത്. അമ്മുമ്മയ്ക്ക് നല്ല രീതിയിൽ ഇപ്പം വയ്യാഴികയുണ്ട് കേട്ടോ. നേരത്തേക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ എപ്പോഴും പുറത്തൊക്കെ ഇരിക്കുമായിരുന്നു. ഇപ്പോൾ ഫുള്ള് കിടപ്പ് തന്നെയാണ്. പിന്നെ നമ്മളൊക്കെ വന്നുകൊണ്ട് കുറച്ച് സമയത്തേക്കൊക്കെ പുറത്തേക്ക് കൊണ്ടിരുത്തി. അങ്ങനെ ഡ്യൂട്ടിക്ക് കഴിഞ്ഞ് ചേട്ടൻ നേരിട്ട് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോൾ മുതൽ അച്ഛ 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അച്ഛൻ വന്നപ്പോൾ അച്ഛൻ്റെ കൈ കയറി ഇരിക്കുകയാണ് പൂമ്പാറ്റപ്പെണ്ണ്. അങ്ങനെ കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ട് എല്ലാവരും ഇരിക്കുകയാണ്. പരിപ്പ് വടയും കാര്യങ്ങളൊക്കെ നമ്മളും കഴിച്ചിട്ടുണ്ടായിരുന്നു. കഴിച്ച് ചായയൊക്കെ കുടിച്ചിരിക്കുകയാണ്. കണ്ടോ, ഈ വീടിന് തൊട്ട് താഴെ കാണുന്നത് സ്കൂളാണ് കേട്ടോ. ഈ സ്കൂളിൽ തന്നെയാണ് കുഞ്ഞാപ്പി ചേട്ടനൊക്കെ പഠിക്കുന്നത്. അങ്ങനെ വീടിനോട് ചേർന്നൊരു സ്കൂൾ ഒക്കെ ഒരു ഭാഗ്യം തന്നെയാണ്. ഇത് കണ്ടോ, ഈ ഒരു റൂം ഒരു സ്പെഷ്യലാണ്. കാരണം ഞാൻ എൻ്റെ പ്രഗ്നൻസി ടൈമിലെല്ലാം ഇവിടെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വരുന്നതനുസരിച്ച്
ഒരുപാട് കളിപ്പാട്ടങ്ങളും പാവകളൊക്കെ വെച്ച് കുഞ്ഞു കുട്ടിയൊക്കെ കളിക്കാൻ വേണ്ടി നിരത്തി വെച്ചിരിക്കുകയാണ്. കുഞ്ഞാറ്റയ്ക്കും പൂമ്പാറ്റയ്ക്കും ഇഷ്ടമുള്ള പൂമ്പാറ്റയും ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുഞ്ഞാപ്പച്ചേട്ടൻ. കണ്ടോ, ഈ ഒരു ജനലിലൂടെ ആയിരുന്നു പ്രഗ്നൻസി ടൈമിൽ ഞാൻ പുറമേയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരുന്നത്. ഈ കാണുന്ന പാറ നിങ്ങൾ കണ്ടോ? ശക്തമായ മഴ വരുന്ന സമയത്ത് മലയിടിച്ചിലും കാര്യങ്ങളൊക്കെ തടയുന്ന പാറയാണ്. അങ്ങനെ പാറയൊക്കെ ഇടിച്ച് നിരത്തി കൊണ്ടുവന്നൊരു രീതിക്കായിരുന്നു ഇവിടെ. അങ്ങനെ എല്ലാവരും കൂടെ സമരം ചെയ്ത് അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മഴയുള്ള സമയത്തൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു മേഖല കൂടിയാണ്. അങ്ങനെ കുഞ്ഞാറ്റപ്പെണ്ണും പൂമ്പാറ്റപ്പെണ്ണും ജനലിലൂടെ നോക്കി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞ് പിന്നെ ഈവനിങ് ആയപ്പോഴേക്കും നാത്തൂന് വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിളക്കിന് മുമ്പിൽ വന്നിരുന്ന് വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ അമ്പൂറ്റിയെ കണ്ട് തൊഴുകയാണ്. അമ്പൂറ്റി രചിക്കണേ രചിക്കണേ എന്ന് പറഞ്ഞ്. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അമ്പൂറ്റിയുടെ വിളക്കും തിരിച്ചിലേക്ക് എടുക്കുമെന്ന് കരുതി അപ്പോൾ തന്നെ എടുത്തുകൊണ്ട് പോയി കേട്ടോ. പിന്നെ കുറച്ച് സമയം വണ്ടിയാണെന്ന് കരുതി കസേരയൊക്കെ ഉരുട്ടിക്കൊണ്ട് കിടക്കുകയാണ് പൂമ്പാറ്റയും കുഞ്ഞാറ്റയും. അങ്ങനെ അവിടുത്തെ അച്ഛൻ രണ്ടുപേരെയും എടുത്ത് കൊഞ്ചിക്കുന്നുണ്ട്. അച്ഛനെയൊന്നും അധികം അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അധികം ഡെയിലി കാണുന്നില്ലാത്തതുകൊണ്ടും കുറച്ച് സമയം കരഞ്ഞു. പിന്നെ കുറച്ച് സമയം കയ്യിലൊക്കെ ഇരുന്നു കേട്ടോ. പൂമ്പാറ്റപ്പെണ്ണ് വൻ രീതിയിൽ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇപ്പം കസേരയിലൊക്കെ സ്വന്തമായി ചാടിക്കയറി ഇരിക്കാനും അതുപോലെ തന്നെ സ്വന്തമായിട്ട് എങ്ങും സപ്പോർട്ടില്ലാതെ നിൽക്കാനും ഒക്കെ പഠിച്ചു പോയി കേട്ടോ. കുറേ നേരം വണ്ടിയൊക്കെ ഉരുട്ടിക്കൊണ്ട് നടന്ന് നോക്കിയാണ്. പുതിയ സ്ഥലം കൂടിയാണ്, അവർക്കതൊക്കെ സ്ഥലമൊക്കെ ഫെമിലിയറായി വരുന്നതല്ലേ ഉള്ളൂ. ഇങ്ങനെ അത്താഴമൊക്കെ കഴിച്ച ശേഷം രണ്ടുപേരെ ഉറക്കാൻ വേണ്ടി കൊണ്ട് കിടത്തിയതാണ് കേട്ടോ. ചെരുപ്പ് അവരിട്ടുകൊണ്ട് വന്ന ചെരുപ്പ് മേല് സൂക്ഷിച്ച് വയ്ക്കുന്നു, അതെടുത്ത് താഴെ ഇടുന്നു, വീണ്ടും എടുത്ത് മേല് വയ്ക്കുന്നു. ഇങ്ങനെയുള്ള കുറച്ച് കലാപരിപാടികളിലൂടെയൊക്കെയാണ് രാത്രി കിടന്നു പോകുന്നത് കേട്ടോ. രാത്രി ഞാൻ പറഞ്ഞല്ലോ ഉറങ്ങാൻ വേണ്ടി നല്ല താമസം പിടിക്കും. അങ്ങനെ ഒരാളെ ഉറക്കിക്കൊണ്ട് ചേച്ചി വന്നു. ഞാൻ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഒരാളും കുഞ്ഞാറ്റപ്പെണ്ണും കൂടി ചാടി എഴുന്നേറ്റു. അങ്ങനെ വീണ്ടും കുറേ സമയം എടുത്ത് ഞാൻ രണ്ടുപേരും ഉറക്കി കേട്ടോ. അങ്ങനെ നീണ്ടൊരു ഉറക്കത്തിന് ശേഷം രണ്ടുപേരും ഉറക്കമൊക്കെ എഴുന്നേറ്റിരിക്കുകയാണ്. ആദ്യം എഴുന്നേറ്റ് കുഞ്ഞാറ്റപ്പെണ്ണാണ്. കുഞ്ഞാറ്റപ്പെണ്ണ് ഉറക്കം എഴുന്നേറ്റ ഉടനെ തന്നെ പൂമ്പാറ്റപ്പെണ്ണിനെ തട്ടി വിളിച്ച് അങ്ങ് എഴുന്നേൽപ്പിച്ചു കേട്ടോ. എഴുന്നേൽക്ക്, ജനലിൽ കൂടെ നോക്കുക, അടിപൊളി കാഴ്ചകളൊക്കെ കാണാനുള്ള രീതിയാണ്. അങ്ങനെ ചേട്ടായി ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ച് പൂമ്പാറ്റേനെയൊക്കെ കയ്യിലെടുത്ത് വെച്ച് കളിക്കുകയാണ് കേട്ടോ. കണ്ടോ, പൂമ്പാറ്റപ്പെണ്ണ് നല്ല ഉറക്കമാണ്. കുഞ്ഞാറ്റപ്പെണ്ണ് നൈസായിട്ട് പോയിട്ട് തട്ടി പിടിച്ച് ഉണർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞാറ്റപ്പെണ്ണ് കുറച്ച് നേരം ജനലിൽ കൂടെയൊക്കെ നോക്കി കാഴ്ചകളൊക്കെ കാണുകയാണ് കേട്ടോ. രാവിലെ ആയപ്പം അതിൻ്റെ ഒരു ഭംഗി കണ്ടില്ലേ, പുറത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ഇതാണ് കേട്ടോ. സൂപ്പർ വ്യൂ ആണ്, നല്ല കാഴ്ചയാണ്. അങ്ങനെ കുറച്ച് നേരം കുഞ്ഞാറ്റപ്പെണ്ണ് കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ കുഞ്ഞാറ്റ പുറത്തേക്കുള്ള കാഴ്ചയൊക്കെ നോക്കി കണ്ടുകൊണ്ട് നിന്നപ്പോൾ തന്നെ പൂമ്പാറ്റപ്പെണ്ണും ഉറക്കമൊക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൂമ്പാറ്റപ്പെണ്ണും ഞാനും കുഞ്ഞാറ്റയും കൂടി കുറച്ച് നേരം ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിന്ന് കേട്ടോ. നല്ല പച്ചപ്പാണ്. താഴെ സ്കൂളിൽ കുഞ്ഞുങ്ങളൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല. 9 മണി 10 മണിയൊക്കെ ആകുമല്ലോ. അങ്ങനെ ജനലിൽ കയറി അള്ളിപ്പിടിച്ചിരുന്ന് നോക്കിയാണ് കേട്ടോ. എന്നിട്ട് ഊ ഊ ഊ എന്നൊരു രീതി കാണിക്കുകയാണെങ്കിൽ അങ്ങനെ പൂമ്പാറ്റപ്പെണ്ണ് ഉറക്കം എഴുന്നേറ്റ് നിന്നപ്പോൾ തന്നെ കുഞ്ഞാറ്റപ്പെണ്ണിനെയാണ് കാണുന്നത്. പിന്നെ എല്ലാ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. ചേട്ടൻ്റെ കൂടെ കുറച്ച് നേരത്തെ ഗുസ്തി പരിപാടികളൊക്കെ ആയിരുന്നു. അതുപോലെ അച്ഛനുണ്ടെങ്കിൽ അച്ഛൻ്റെ ദേഹത്ത് കയറിയിരുന്നുള്ള കലാപരിപാടികളും കലാട്ടുകളുമാണ്. ചേട്ടന് വർക്കിന് പോകണമായിരുന്നു. ചേട്ടൻ കുളിച്ചൊരുങ്ങി വർക്കിനൊക്കെ പോകാൻ വേണ്ടി റെഡിയാവാനൊക്കെ പോയി. അങ്ങനെ കുറച്ച് സമയം രണ്ടുപേരുടെയും കുരുത്തക്കേട് ഇതുപോലൊക്കെ തന്നെയാണ്. പിന്നെ അടുക്കളയിലേക്ക് ചെന്നു. ചേച്ചി അവിടെ കാപ്പിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇടിയപ്പവും കിഴങ്ങിൻ്റെ കറിയൊക്കെ ആയിരുന്നു. അങ്ങനെ രണ്ടുപേർക്കും രാവിലെ എപ്പോഴും കൊടുക്കാറുള്ള പോലെ പതിവ് ബിസ്ക്കറ്റ് പാപ്പമൊക്കെ കൊടുത്തു. ചേച്ചി കാപ്പിയൊക്കെ കുറേശ്ശെ വായിലൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോഴേക്കും കുഞ്ഞാറ്റപ്പെണ്ണ് ബിസ്ക്കറ്റ് വേണ്ട, കാപ്പി കഴിക്കുകയാണെന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ രണ്ടുപേരുടെ കയ്യിലും കൊടുത്തു. അങ്ങനെ കുറച്ച് സമയം അടുക്കളയിലൊക്കെ ഇരുത്തി അടുക്കളയിലെ പാത്രങ്ങളും അതും ഇതൊക്കെ വാരിയിട്ടു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കളിച്ചു കേട്ടോ. പിന്നെ ഈ ഒരു സ്പെഷ്യൽ അതിഥി നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, കുഞ്ഞാപ്പിച്ചേട്ടൻ്റെ പൂച്ചക്കുട്ടനാണ് കേട്ടോ. അവനാണ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് കൂടി പറയാം കേട്ടോ. അങ്ങനെ പൂമ്പാറ്റയ്ക്കും കുഞ്ഞാറ്റയ്ക്കും വലിയ ഇഷ്ടമാണ്. കുറച്ച് സമയം അവൻ ഉറക്കമൊക്കെ എഴുന്നേറ്റ് വരികയാണ്. അങ്ങനെ ചെടിയുടെ അടുത്തൊക്കെ നിന്ന് നമ്മൾ ഇവിടുത്തെ ചെടികളൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണിക്കുകയാണ് ഈ പൂച്ചക്കുട്ടൻ കേട്ടോ. അങ്ങനെ ഒരു നല്ല ഇനത്തിലുള്ള പൂച്ചയാണ്. ഓൾറെഡി ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എൻ്റെ കൈ കയറി കുഞ്ഞാറ്റപ്പെണ്ണും ഉണ്ട് കേട്ടോ. കാഴ്ചകളൊക്കെ രാവിലത്തെ ഞാൻ പറഞ്ഞല്ലോ, രാവിലത്തെ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കണ്ടോ. ഇപ്പം
ഫുള്ള് പച്ചപ്പാണ്. കണ്ടില്ലേ, ഇപ്പോൾ രാവിലെ ആയപ്പോഴത്തേനും അതിൻ്റെ കളർഫുൾ നമുക്ക് രാവിലെ വീഡിയോ എടുക്കുമ്പോഴാണ് കാണാൻ പറ്റുന്നത്. ഇതാണ് വഴി, കണ്ടോ, നല്ല പച്ചപ്പാണ്. സൂപ്പറായിട്ടുള്ളൊരു വ്യൂ തന്നെയാണ്, കണ്ടോ. നല്ല ശാന്തമായ ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. ഒരുപാട് ചെടികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല കളർഫുള്ളാണ്. അങ്ങനെ രാവിലെ വന്ന് കുറച്ച് മനോഹരമായ കാഴ്ചകളൊക്കെ മക്കൾക്കൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അടയ്ക്കാമരവും ചെടികളും എല്ലാം തന്നെ ഉള്ള ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു ഏരിയ തന്നെയാണ് കേട്ടോ. രാവിലെ നന്ദിച്ചേട്ടൻ ഉറക്കമൊക്കെ എഴുന്നേറ്റ് വന്ന് കുഞ്ഞാപ്പിച്ചേട്ടനും കൂടി പൂച്ചക്കുട്ടിനെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ 2 പേർക്കും ഇഷ്ടമാണ് അതിൻ്റെ കൂടെ കളിക്കാനൊക്കെ. പക്ഷെ നമ്മൾ തൊടിയിക്കത്തില്ല, ഇങ്ങനെ ഇരുന്ന് അതിനെ കയ്യാട്ടിയൊക്കെ വിളിക്കുകയാണ് കേട്ടോ. പൂച്ചക്കുട്ടിനും ഇഷ്ടമാണ്, ഇങ്ങനെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അങ്ങനെ ഒരുപാട് നമ്മൾ അടുത്തേക്കൊന്നും കൊണ്ടുപോയില്ല, വാന്തും എടുക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് അങ്ങനെ ഉപദ്രവിക്കുന്ന പൂച്ചയല്ല, എന്നാൽ കൂടി നമ്മൾ കെയർ ചെയ്യണമല്ലോ. അങ്ങനെ 2 പേരും കൂടെ, കുഞ്ഞാറ്റപ്പെണ്ണും പൂമ്പാറ്റപ്പെണ്ണും നമ്മുടെ വീട്ടിൻ്റെ വരാന്ത ഇതുപോലെ വന്നിരിക്കും. അപ്പം നമ്മൾ ഇങ്ങനെ വരാന്ത ഇരുത്തിയാലും നമ്മളെപ്പോഴും കൂടെ കാണും. അച്ഛനുണ്ട്, ഞാനുണ്ട്, എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ കണ്ടോ പൂച്ചക്കുട്ടി അടുത്തേക്ക് മക്കളിങ്ങനെ കയ്യാട്ടി പിടിക്കുന്ന അനുസരിച്ച് അടുത്തേക്ക് വന്ന് നോക്കിയാണ് കേട്ടോ. 2 പേർക്കും ഇത് ഒരു പുതുമയുള്ള കാഴ്ചയാണ്. അങ്ങനെ വീട്ടിലൊന്നും അധികം പൂച്ചയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പൂച്ചക്കുട്ടിനെയൊക്കെ നോക്കി ഇരുന്ന് കളിച്ച് രസിച്ച് അങ്ങനെ 2 പേരും ഇരിക്കുകയാണ് കേട്ടോ. പൂച്ചക്കുട്ടൻ അവരെ നോക്കുന്നു, അവർ പൂച്ചക്കുട്ടനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. മണിയൊക്കെ കെട്ടി സുന്ദരക്കുട്ടനായിട്ടാണ് പൂച്ചക്കുട്ടൻ ഇരിക്കുന്നത്. അങ്ങനെ കുഞ്ഞാപ്പിച്ചേട്ടന് ഉറക്കമൊക്കെ എഴുന്നേറ്റ് 7 മണിക്ക് ട്യൂഷന് പോകാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം പൂമ്പാറ്റയുടെയും കുഞ്ഞാറ്റയുടെയും കൂടെയൊക്കെ വന്നിരുന്ന് അങ്ങനെ ട്യൂഷന് പോകാൻ വേണ്ടി റെഡിയാകാൻ ചേച്ചി പറയുകയാണ്. അങ്ങനെ കുഞ്ഞാപ്പിച്ചേട്ടൻ കുളിച്ച് റെഡിയായി ട്യൂഷനൊക്കെ പോകാൻ വേണ്ടി റെഡിയാകാൻ വേണ്ടി കുറച്ച് നേരം അകത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട് നോക്കിയിരിക്കുകയാണ് നമ്മൾ ഈ പുതിയ അതിഥികൾ ആരൊക്കെയാണ്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ പോയി നന്ദിച്ചേട്ടൻ പൂച്ചക്കുട്ടിന് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ ഫുഡൊക്കെ ആസ്വദിച്ചിരിക്കുകയാണ്. കണ്ടോ, ഇവിടെ ഇഷ്ടംപോലെ കറ്റാർവാഴയും അതുപോലെ തന്നെ കുരുമുളകും എല്ലാം തന്നെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ഞാൻ പ്രഗ്നൻസി ടൈമിലൊക്കെ എനിക്കിപ്പം രസമൊക്കെ ഇപ്പോൾ ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത്, അതായത് ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കുരുമുളക് ഇട്ട രസവും കാര്യങ്ങളൊക്കെ ഇപ്പം ഫുഡിനകത്ത് ചേർത്തൊക്കെ ഉണ്ടാക്കുന്ന ഇവിടുന്ന് കൊണ്ടുവന്ന് കുരുമുളക് വെച്ചിട്ടായിരുന്നു ധാരാളം ഇവിടുന്ന് കൊടുത്തു വിടുമായിരുന്നു കേട്ടോ. അങ്ങനെ നന്ദിച്ചേട്ടനൊക്കെ ചായയൊക്കെ കുടിച്ച് ഓരോ കാഴ്ചകളൊക്കെ കാണിച്ച് പൂമ്പാറ്റയും കുഞ്ഞാറ്റയൊക്കെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അച്ഛനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയത്തിലധികം തന്നെ ഇത് ഇപ്പോൾ അവർ ആദ്യമായിട്ട് കാണുന്ന കാഴ്ചയല്ല. ഇവിടെ അധികം അങ്ങനെ വന്ന് നിൽക്കാറില്ലല്ലോ. അങ്ങനെ എല്ലാം ഒരു പുതുമയായതുകൊണ്ട് കുറച്ചധികം സമയം സിറ്റ് ഔട്ടിലൊക്കെയായിരുന്നു സമയം ചിലവഴിച്ചിരുന്നത്. അങ്ങനെ അടുക്കളയിലേക്ക് ചെന്നപ്പോഴേക്കും ചേച്ചി അവിടെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ കുഞ്ഞാപ്പിച്ചേട്ടൻ ക്ലാസ്സിലെ കാര്യങ്ങൾ പറയുകയായിരുന്നു കേട്ടോ. കണ്ടോ, ആദ്യമൊക്കെ നല്ല ഉളപ്പായിരുന്നെങ്കിൽ കൂടി ഇപ്പം പഠിക്കാനൊക്കെ മിടുക്കനായിട്ടുണ്ട്. എല്ലാത്തിനും ഫുള്ള് മാർക്ക് വാങ്ങിക്കൊണ്ട് വരുന്ന കാര്യം എന്നെ കാണിച്ചു തരണം മാമി, ഇപ്പം ഞാൻ നന്നായിട്ട് പഠിക്കും എന്നുള്ള രീതിയിൽ. അങ്ങനെ രാവിലത്തെ ട്യൂഷന് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അതിന് മുന്നേ തന്നെ ക്ലാസ്സിലേക്ക് പഠിച്ചുകൊണ്ട് വരേണ്ട കാര്യങ്ങളെല്ലാം ചേച്ചി ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിച്ച് വിടുകയാണ് കേട്ടോ. അത് സൈൻ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പേ പേരൻസ് അത് ആദ്യം തന്നെ അത് വായിച്ച് പറഞ്ഞു കൊടുക്കണമല്ലോ. അങ്ങനെ ഓരോന്നും ചേട്ടായി ഇങ്ങനെ വായിച്ച് തെറ്റില്ലാതെ പറയുകയാണ് കേട്ടോ. അതെല്ലാം കറക്റ്റാണ്, തിരുത്തുള്ളതൊക്കെ തിരുത്തി കൊടുത്ത് പറഞ്ഞു കൊടുത്ത് ഒക്കെ സൈൻ ചെയ്യിപ്പിച്ച് കൊടുത്ത് വിടുകയാണ് കേട്ടോ. അത് ഓരോ പേരൻസും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. കാരണം എത്ര സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അശ്രദ്ധ വരുത്താൻ പാടില്ല. അവരുടെ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു മുൻഗണന, അതായത് പ്രയോറിറ്റി എപ്പോഴും നൽകി അവർക്ക് വേണ്ട കാര്യങ്ങൾ തിരുത്തേണ്ടത് തിരുത്തി പറഞ്ഞ് കൃത്യമായി പറഞ്ഞ് അറിയിച്ച് വിടുക. അങ്ങനെ രാവിലത്തെ പഠിത്തമൊക്കെ കഴിഞ്ഞ് രാവിലത്തെ കാപ്പിയൊക്കെ കുടിച്ച് ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോവുകയാണ്. ആ ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞ് നേരെ ആ വീടിനടുത്ത താഴെ കാണുന്ന സ്കൂളിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ കുഞ്ഞാറ്റയോടും പൂമ്പാറ്റയോടും ടാറ്റയൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്ത് ചേട്ടായി പോയിട്ട് വരാം, പോവരുത് ഇപ്പോഴെങ്ങും പോവരുത് എന്ന് ഞാൻ വന്നാലും ഇവിടെ കാണണമെന്നൊക്കെ പറഞ്ഞ് ആണ് പോകുന്നത് കേട്ടോ. മനസ്സോടെയാണ്. കുഞ്ഞാറ്റ പെണ്ണും പൂമ്പാറ്റ പെണ്ണും ഒക്കെ വന്നു കഴിഞ്ഞാൽ പോകാൻ നല്ല മടിയാണ് കേട്ടോ. അങ്ങനെ ചേട്ടനും ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ കൈ കയറി ഇരിക്കുകയാണ്. ഇങ്ങനെ ഷർട്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം അതുപോലെ തന്നെ മടിയാണ്. അങ്ങനെ നന്ദിച്ചേട്ടനോട് കുറച്ച് നേരം ഇങ്ങനെ കളിച്ചിരിച്ചിരിക്കുകയാണ്. 2 പേർക്കും ഇടിയപ്പമൊക്കെ കൊടുത്തു, ഏത്തപ്പഴമൊക്കെ കൊടുത്ത് പാലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറേ സമയം കളിക്കാനൊക്കെ വിട്ടു. എണ്ണയൊക്കെ തേച്ച് നല്ലൊരു കുളിയൊക്കെ കഴിഞ്ഞ് അതും കൊണ്ട് ഒരു കുറിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ ഞാൻ 2 പേരെയും
കുളിപ്പിച്ച് റെഡിയാക്കി ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അതായത് പിരിയമൊക്കെ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. എന്നാൽ കൂടി നമ്മൾ സാധാരണ രീതിയിൽ പിരിയം വരയ്ക്കുന്നതായിട്ടുള്ള ഒരു എക്യുപ്മെൻറ്റ്സ് കൊണ്ട് കേട്ടോ, അതൊന്നും ലഭ്യമല്ലാത്തതുകൊണ്ട് കുറച്ച് കട്ടിയൊക്കെ കൂടി പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ കൂടി രണ്ടുപേരെയും പിരിയമൊക്കെ എഴുതി സുന്ദരിക്കുട്ടികളാക്കി ഉറങ്ങാൻ കിടത്തി കേട്ടോ. എന്നാലും അധികം നേരം അവർ ഉറങ്ങിയിട്ടില്ല. ചെറിയ രീതിയിൽ ഉറങ്ങിയ ശേഷം പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും രണ്ടുപേരും കളിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി കേട്ടോ. മക്കളെ ഉറക്കിക്കിടത്തി പിരിയമൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പുറത്ത് നല്ല ശക്തമായ മഴയുണ്ടായിരുന്നു കേട്ടോ. ആ മഴ എപ്പോഴും ഞാൻ പറയത്തില്ലേ, ഇടവിട്ട് ഇതുപോലെ ഈ ഒരു ഏരിയയിൽ ഇപ്പോഴും മഴയൊക്കെ പെയ്യുന്നത് നല്ല അടിപൊളി ഒരു ക്ലൈമറ്റാണ് കേട്ടോ. നമുക്ക് കണ്ടുകൊണ്ടൊക്കെ ഇരിക്കാനും ആസ്വദിക്കാനും ഒക്കെ. അങ്ങനെ ആ മഴയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ രണ്ടുപേരും ചാടിയൊക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കറിയാലോ, പതിവ് കുരുത്തക്കേട്ടിലേക്ക് കടന്നു.